കൂർക്കപ്പേരി ചില ഞാൻ രാവിലെ തന്നെ കൂർക്ക വെള്ളത്തിലിട്ട് വെച്ചുട്ടാ. കൂർക്ക സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലായിടത്തും കൂർക്ക കിട്ടി തുടങ്ങി. ഇവിടെ കൂർക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് ജിഷേട്ടിന്. ഈ ഞാൻ തലേദിവസം രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഈവനിങ് ആകുമ്പോൾ ഞാൻ എടുത്തിട്ട് ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സഞ്ചി ഇട്ടല്ലോ ഇതിലിട്ടിട്ട് നന്നായി അലക്കലുമിട്ട് ഉരക്കി വിട്ട് പെട്ടെന്ന് തന്നെ തൊലി കണ്ട ഇതുപോലെ ക്ലീനായി കിട്ടും. ഓൾമോസ്റ്റ് എല്ലാം ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് കണ്ട ഇത്രയും തൊലി പോയി കിട്ടി. ഇനി ഒന്ന് ചുരണ്ടി എടുത്താൽ മതി കേട്ടോ. അജയേട്ടനെ ഹെൽപ്പിന് വിളിച്ചു. ആളെല്ലാം ഒറ്റയ്ക്ക് ചെയ്തോളാം എന്ന് മനസ്സിലാക്കി. എന്നാലും ഞാൻ കൂടെ കൂട്ടിയുള്ളൂ കേട്ടോ. ഒപ്പം ഞാനും അജയേട്ടൻ്റെ കൂടെ ഇരുന്നിട്ട് ഈ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോസൊക്കെ എടുത്തിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ പരിപാടിക്ക് നിന്ന് ഒരുപാട് തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഫുൾ എന്താ പറയുക കൂർക്ക ക്ലീൻ ചെയ്ത് പെട്ടെന്നായിരുന്നു ക്ലീൻ ചെയ്തതിൻ്റെ ഇടയിൽ ഒരു സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കൂർക്ക ഞാൻ പകുതി ഞാൻ വേവിക്കാൻ വെച്ചിട്ട് ബാക്കി പകുതി ഞാൻ ഇതുപോലെ വെള്ളത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അത് പിറ്റേ ദിവസം അതേപോലെ ഇരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഉള്ളിലൊക്കെ നന്നാക്കി. അതിനിടയിൽ നാളെ പിള്ളേർക്ക് സ്കൂളുണ്ട്. നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു പോകണമെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു സ്ഥലത്ത് ഒന്ന് വെന്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള സമയത്ത് കുറേ പണികൾ നമുക്ക് ചെയ്യാണ്ടാവും. നേരത്തെ തന്നെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് പണികൾ വേഗം ചെയ്ത് തീർക്കും. ചെയ്ത് കഴിയുമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ പരിപാടി ചെയ്യാറുണ്ട്. എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്ന കാര്യം തന്നെ. എന്നാലും ഞാൻ എല്ലാ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വയ്ക്കുക. പിന്നെ ആ സമയമാകുമ്പോൾ പെടപെടയെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളങ്ങ് ചെയ്താൽ പോരെ. നമ്മൾ കൂർക്ക വെന്തെന്ന് നോക്കിയല്ലോ. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആവേശം മൂത്തിട്ട് വായിലിട്ടത് പണി പാളി. കാരണം നല്ല ചൂടുണ്ടായിരുന്നു. വിചാരിച്ച പോലെയല്ല. കുറച്ചും കൂടി ഒന്ന് വേവാണ്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് വേവിക്കാം അല്ലേ. ഈ വേവിച്ച് ഈ വെള്ളം ഉണ്ടല്ലോ നിങ്ങൾ ആരെങ്കിലും കഴിക്കുമെന്ന് എനിക്കറിയില്ല. ഇവിടെ അജയേട്ടൻ്റെ അമ്മ ചെയ്യണ കണ്ടുള്ളതാണ് കേട്ടോ. ഈ വെള്ളം മാറ്റി വയ്ക്കേ. എന്നിട്ട് നമ്മൾ ചതച്ച് വേറെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നുമല്ല. സാധാരണ ഇതിന് നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നന്നായി മൂപ്പിക്കാം. ചതച്ച് നന്നായി മൂപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം മൂക്കട്ടെ മഞ്ഞപ്പൊടി കുറച്ച് ഇടും കേട്ടോ. മഞ്ഞപ്പൊടി പിന്നെ ക്രഷ്ഡ് ചില്ലി പിന്നെ ഇച്ചിരി ചില്ലി പൗഡർ ഇടുമ്പോഴേ എനിക്ക് ഭയങ്കര പേടിയാണ്. കൂടിപ്പോയി അജിച്ചിട്ട് എന്നെ ഓടിപ്പിക്കും. ജീവനാണ് ഈ കൂർക്കാന്ന് പറഞ്ഞത്. അപ്പോൾ വേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ മൂത്തതിന് ശേഷം ഇതൊന്ന് കുറച്ചെടുത്തിട്ട് വെള്ളത്തിലും കലക്കി വയ്ക്കും കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ വേവിച്ച കൂർക്കയിലിടുക. നല്ല രീതിയിൽ അങ്ങ് ഇളക്കുക. അങ്ങനെ തന്നെ നന്നായി മിക്സ് ചെയ്ത് സെറ്റ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അജയേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് കൂർക്കപ്പേരും കൂർക്കച്ചാറും. അപ്പോൾ മറ്റൊരു വീഡിയോയുടെ ഇനിയും വരാം കേട്ടോ.